അതെ, പലരുടെയും സംശയമാണ് നമ്മ ഒരാളെ വിലയിരുത്തുന്നത് അയാളുടെ ഡ്രസ്സിങ്ങിലാണോ, അതായത് വസ്ത്രധാരണത്തിലൂടെയാണോ, അല്ലെങ്കിൽ ആളുടെ ആന്തരികമായ സൗന്ദര്യത്തിലൂടെയാണോ, ബാഹികമായ സൗന്ദര്യത്തിലൂടെയാണോ, അല്ലെങ്കിൽ ആളുടെ സംസാരത്തിലൂടെയാണോ, അല്ലെങ്കിൽ ആളുടെ എഡ്യൂക്കേഷനിലൂടെയാണോ, ആളുടെ പ്രൊഫഷനിലൂടെയാണോ, അങ്ങനെ ഒരുപാട് സംശയങ്ങളാണ് ചിലർക്ക്. അപ്പോൾ ഇത് പറയാൻ കാരണം ഞങ്ങൾ അന്നൊരു ക്ലാസ് ഉണ്ടായപ്പോൾ എഴുത്തുകാരൊക്കെ ഒരു ടീം ഡിബേറ്റ് ചെയ്തപ്പോൾ ഒരു ടീം പറയണ എഴുത്തുകാരൊക്കെ ഭയങ്കര എന്താ പറയാ ബുദ്ധിജീവികളെ പോലെ ആയിരിക്കണം, അല്ലെങ്കിൽ അവരുടെ ഡ്രസ്സിങ് കാര്യങ്ങൾ അങ്ങനെ ആയിരിക്കണം. അങ്ങനെ ഒന്നുമില്ല. നമുക്ക് ഒരു ഐഡന്റിറ്റി എപ്പോഴും ഉണ്ടാവുക ഞാൻ ഇങ്ങനെയാണ്. കാരണം എൻ്റെ ഒരു പ്രൊഫഷൻ, അതായത് ഒരു തോട്ടിപ്പണി ചെയ്യുന്ന ഒരാള് എപ്പോഴും ആ വസ്ത്രത്തിൽ കൂടെ തന്നെ നടക്കണമെന്നില്ല. അയാൾ ആ ജോലി കഴിയുമ്പോൾ ആൾക്ക് നല്ലൊരു ഡ്രസ്സൊക്കെ ഇട്ട് ചെയ്ത് നടക്കാം. ഇപ്പൊ ഞാനൊരു കുക്കാണ്, ഏത് സമയവും ഞാൻ മേല് മറ്റേ ഷെഫിന്റെ ഡ്രസ്സൊക്കെ ഇട്ട് വെപ്പനൊക്കെ കെട്ടി അങ്ങനെ നടക്കണമെന്നില്ല. അത് ഓരോരുത്തരുടെ മൈൻഡാണ്. നമുക്ക് എത്രത്തോളം നന്നായി നമ്മളെ സ്നേഹിച്ചു കഴിഞ്ഞാല് നമുക്ക് എപ്പോഴും നമ്മൾ പെർഫെക്റ്റ് ആയിട്ടിരിക്കാനായിട്ട്, അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും ക്യൂട്ടായിട്ട് ഏറ്റവും സുന്ദരികളും സുന്ദരന്മാരായിട്ടിരിക്കാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പൊ ഇതിന്റെയൊക്കെ ബേസിക് എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് സ്നേഹിക്കുക. അപ്പോ നമ്മളെ ഒരുപാട് സ്നേഹിച്ചു കഴിഞ്ഞാല് നമ്മ എപ്പോഴും ഇപ്പൊ എനിക്ക് എന്നെ ഒരുപാട് ഇഷ്ടമാണ്. ഏറ്റവും കൂടുതൽ ആരെന്നെ ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഞാൻ പറയാ എന്നെ ഞാൻ ഒരുപാട് സ്നേഹിക്കണം. അതിനുശേഷം ഞാൻ മറ്റുള്ളവരെ സ്നേഹിക്കുള്ളൂ. കാരണം എനിക്ക് സ്നേഹിച്ചാൽ മാത്രമേ എന്നിൽ സ്നേഹം വളർത്തിയെടുത്താൽ എനിക്കത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. പിന്നെ ഞാൻ എന്നെ സ്നേഹിച്ചാൽ മാത്രമേ ഞാൻ എൻ്റെ ഈ പറഞ്ഞ പോലെ എൻ്റെ ബാഹികമായ സൗന്ദര്യം ആന്തരികമായ സൗന്ദര്യം ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് നല്ല രീതിയിൽ മറ്റുള്ളവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ കൊണ്ടെടുക്കണമെങ്കിൽ എനിക്ക് എന്നോട് തന്നെ ഒരു ഇഷ്ടം വേണം. അല്ലെങ്കിൽ ഞാൻ ഏത് സമയം ഹീറ്റായി ഹോട്ടായി ചൂടായി ഈ എന്താ പറയാ ഭയങ്കര ബളബളായിട്ട് നടന്നു കഴിഞ്ഞാല് എനിക്ക് എന്നോടും ഇഷ്ടമുണ്ടല്ലോ. ജസ്റ്റ് ഒരു മിററിക്ക് നോക്കുമ്പോൾ നമുക്കൊരു സെൽഫ് കോൺഫിഡൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മ പെർഫെക്റ്റ് ആയിരിക്കണം. ഐ ആം ഓക്കെ, യു ഓക്കെ, ഐ ആം ഓക്കെ, അതത്രേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ഒരുപാട് പേര് പലരും ചോദിക്കാറുണ്ട് നമ്മളോട്, ഏറ്റവും നമ്മളെ ഡ്രസ്സിങ് ആണ്, അങ്ങനെ ഒന്നുമില്ല. നമുക്ക് ഒരാളോട് ഇഷ്ടം തോന്നാന്ന് പറയുമ്പോൾ അയാളുടെ ബിഹേവിയർ, സ്വഭാവം അങ്ങനെയൊക്കെയാണ്. പലർക്കും പലതായിട്ടാണ് തോന്നാം. അപ്പോ നമ്മ ഒക്കെ ആയിരിക്കുക, മറ്റുള്ളവർ ഇഷ്ടപ്പെടാതിരിക്കുക, അത് അവരുടെ ചോയ്സാണ്. നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെടാം, അത്രേ ഉള്ളൂ അതില്.